ഈ തൊഴിൽ പീഡനത്തിന് ഇരയായ എന്ന പരാതി നൽകിയ കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ ഘട്ടത്തിൽ. മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ലയും ചെയർമാൻ വിപുൽ ഗോയലും ചേർന്ന് വേട്ടയാടി എന്നാണ് ജോളി ഈ ശബ്ദത്തിൽ പറയുന്നത്. അവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും ജോളി മധുവിന്റെ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ശുക്ലയ്ക്ക് സെക്രട്ടറിയുടെ ചാർജും കിട്ടി. അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു വിപുൽ ഗോയൽ എന്ന് പറഞ്ഞ ആൾക്ക് ചെയർമാൻ്റെ ചാർജും കൊടുത്തു. അപ്പോൾ ഈ ശുക്ല കാശ് കൊടുത്ത് വിപുൽ ഗോയലിനെ അയാളുടെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. ഇയാൾ എന്തെഴുതുന്നോ അതുടനെ വിപുൽ ഗോയൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരും. അപ്പോൾ ശുക്ലയാണ് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശുക്ലയ്ക്കാണ് എന്നോട് ദേഷ്യവും. അയാൾ കക്കാനായിട്ട് ഒത്തിരി ഫയലുകളിൽ എഴുതിയതെല്ലാം ഞാൻ ഉടക്കി. അതിൻ്റെ റിവഞ്ചാണ് ഈ തീർക്കുന്നത് മുഴുവനും. അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും റിക്വസ്റ്റ് ചെയ്യാനും കാല് പിടിക്കാനും പോകാൻ ഞാനൊട്ട് തയ്യാറുമില്ല. എനിക്കൊന്ന് വിഷ്ണു സുരേഷ്. Hello. We are from a news channel in Kerala. What you are doing here? We are from a news channel. We are covering this HL exhibition. What is your job here? We are receptionist here. We are holding your reception post now. Okay, thank you. വിഷ്ണു സുരേഷ് നേരത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. നമുക്ക് വിഷ്ണുലേക്ക് ഒന്ന് വിഷ്ണു നേരത്തെ ഈ പറഞ്ഞ ജോളി മധുവിന്റെ ഈ പുതിയ ഈ പറയുന്ന ശബ്ദ സന്ദേശത്തിലുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളുണ്ട്. ഈ ഒരു വ്യക്തിവൈരാഗ്യം കൃത്യമായിട്ട് ജോളിക്കെതിരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കയർ ബോർഡിനെതിരെ കൂടുതൽ പരാതികൾ വരികയാണല്ലോ. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, കയർ ബോർഡ് പ്രതിരോധം തീർക്കാനൊക്കെ ശ്രമിച്ചിരുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതെല്ലാം ഛിന്നഭിന്നമായി പോകുന്ന ഒരു ശബ്ദരേഖയാണ് നിലവിൽ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും തന്നെ വേട്ടയാടിയത് മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ല, ചെയർമാൻ വിപുൽ ഗോയൽ എന്നാണ് ജോളി പറയുന്നത്. അതായത് ഇവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് തനിക്കെതിരെയുള്ള ഈ വേട്ടയാടൽ തുടരാൻ കാരണം. ഇവരെ പൊക്കിപ്പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിന്ന് അഴിമതി നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഗതി ഉണ്ടാകില്ല. പക്ഷേ അത്തരത്തിലൊരു ആനുകൂല്യം തനിക്ക് വേണ്ട എന്നൊരു നിലപാട് ആ സ്ത്രീ എടുത്തതാണ് ഈ തൊഴിൽപീഡനത്തിന് കാരണമെന്നവർ പറയുന്നുണ്ട്. ഇതിലുമായി ബന്ധപ്പെട്ടൊരു വിശദമായ അന്വേഷണം ഒരുപക്ഷെ MSME അന്വേഷണ സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കയർ ബോർഡ് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറാകുകയും ചെയ്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കയർ ബോർഡിനെതിരെ പരാതി പ്രവാഹം ഇങ്ങനെ PM ഓഫീസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 3 പരാതികളുടെ പകർപ്പ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുതിയ ചെയർമാനായി വന്നയാൾ വലിയ ദൂരത്തിന് കയർ ബോർഡിലെ പണം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കണക്കുകൾ സഹിതം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പരാതി. അങ്ങനെ 3ഓളം പരാതികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളൊരു ആക്ഷേപമുണ്ട്. അതുകൊണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ടും കയർ ബോർഡിലെ ഇത്തരം തൊഴിൽപീഡനവുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ അന്വേഷണം വേണം എന്നാണ് പൊതുവെ ഉയർന്നുവരുന്ന ആവശ്യം. ഇന്ന് ഈ കയർ ബോർഡിന്റെ ഓഫീസിലേക്ക് CITന്റെ ഒരു പ്രതിഷേധം ഉണ്ട്. ഒപ്പം ഞാനിപ്പോൾ ഉള്ളത് ഈ ജോളി മധുവിന്റെ വീട്ടിലാണ്. അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ, ശക്തമായ നിലപാട് അഴിമതിക്കെതിരെ എടുത്തതിന്റെ പേരിലാണ് ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു ദുർസ്ഥിതി ഉണ്ടായത് എന്നാണ് കുടുംബമടക്കം ആക്ഷേപിക്കുന്നത്. പ്രജിത്ത്.